എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ ഇംഗ്ലീഷ് മലയാളം പാട്ടാണ് നമ്മളിന്ന് പറയാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഈച്ച് ഓഫ് ദ എംപ്ലോയീസ് ഡാഷ് വർക്കിംഗ് ഹാർഡ്. ഈച്ച് ഓഫ് ദ എംപ്ലോയീസ് ഈസ് വർക്കിംഗ് ഹാർഡ്. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷീ അക്യൂസ്ഡ് മീ ഡാഷ് ടോക്കിംഗ് ലൗഡ്ലി. She accused me of talking loudly. Next question. We have been living here dash 5 years. We have been living here for 5 years. Next question. Seena dash tomorrow to attend the wedding. Seena അപ്പോൾ കഴിഞ്ഞതല്ല, നടക്കാനിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ will come. Seena will come tomorrow to attend the wedding. It was dash unanimous decision. Unanimous എന്നാണ് ഇത് പറയാ. അപ്പൊ യു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഏത് ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കുക? എ എന്നുള്ളതാണ്. ഇവിടെ യു എന്ന് എഴുതിയുണ്ട് വെച്ചെങ്കിലും നമ്മൾ സൗണ്ട് ചെയ്യണത് യുനാനിമസ് എന്നാണ്. അപ്പൊ എ എന്നാണ് അതിന്റെ ആർട്ടിക്കിൾ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ ഹൂ ട്രീറ്റ്സ് സ്കിൻ ഡിസീസസ് ഈസ് നോൺ ആസ്. ആൻസർ ഡി, ഡെർമറ്റോളജിസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡു യു മൈൻഡ് ഡാഷ് ദ ആൻസേഴ്സ്. എന്താണ് പറയാ? ഡു യു മൈൻഡ് റൈറ്റിംഗ് ദ ആൻസേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഡോർമെന്റ്. ഡോർമെന്റ് മീൻസ് എന്താണ്? ഇനാക്റ്റീവ്. ഡോർമെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഈവനിങ് വാസ് ഡാഷ് ദാൻ ദ മോർണിംഗ്. അപ്പോൾ കമ്പയർ ചെയ്യാണ് ചെയ്യണത് ദാൻ എന്നുള്ളത്. അപ്പൊ എന്താ കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരറ്റീവ് ഡിഗ്രി ആണ് എഴുതേണ്ടത്. അപ്പൊ എന്താണ്? ഹോട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നത്തിങ് വിൽ ഹാപ്പൻ. അപ്പൊ ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ് അല്ലെ. അപ്പോ ടാഗ് വരുമ്പോ എന്ത് വരും? പോസിറ്റീവ് വരും. എന്താണ്? വിൽ ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലയാളമാണ്. ശരിയായ പദം ഏത്? അഗാധത. എങ്ങനെയാണ് എഴുതുക? ആൻസർ എ ആണ്. അഗാധത എന്നുള്ളത് ഇങ്ങനെയാണ് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലേൺ ബൈ ഹാർട്ട് എന്ന ശൈലിയുടെ മലയാള പ്രയോഗം എന്ത്? ലേൺ ബൈ ഹാർട്ട് എന്നുള്ളതിന് എന്താ പറയാ? ഹൃദിസ്ഥമാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജന്മം മുതൽ എന്നതിന്റെ ഒറ്റപ്പദം ഏത്? ജന്മം മുതൽ എന്നതിന്റെ ഒറ്റപ്പദം എന്താ വരിക? ആ ജന്മം. ജന്മം മുതൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മഞ്ഞ എന്ന പദത്തിന്റെ പര്യായം അല്ലാത്ത പദം. എന്താണ് പര്യായ പദം അല്ലാത്തത്? ഹരിണം. ഹരിണം എന്ന് പറഞ്ഞാൽ ഏണം, ഹരിണം, മൃഗം എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്? മാനാണ്. ദുഷ്ടൻ എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ദുഷ്ടൻ എന്ന പദത്തിന്റെ വിപരീതം എന്താണ്? ശിഷ്ടൻ. വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്ത്? ആൻസർ സി, പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തീക്കനൽ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് തീക്കനൽ പിരിച്ചെഴുതുക? തീ പ്ലസ് കനൽ. നായകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏത്? നായകൻ എന്താണ് വരിക? നായിക. ശബ്ദം എന്ന അർത്ഥം വരാത്ത പദം ഏത്? ഏതാണ്? വരാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വാണി. വാണി പറഞ്ഞ വാക്കാണ്. രവം, ധ്വനി, സ്വനം എന്നൊക്കെ പറഞ്ഞ ശബ്ദമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത പദം. പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂജക ബഹുവചനം അല്ലാത്തത് ഇതിലെ ഏതാണ്? ആൻസർ ഡി ആണ്, അധ്യാപകന്മാർ. അധ്യാപകന്മാർ എന്നുള്ളത് പൂജക ബഹുവചനം അല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.